കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ ആദിലിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് 1500 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. സംഭവം നടന്ന് 87-ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, അതിവേഗം തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വിശദാംശം. ഇത് ഇപ്പൊ ഈ ഷമ്മി സൂചിപ്പിച്ചതുപോലെ 87 ദിവസം മുമ്പ് പട്ടാപ്പകൽ നടുറോഡിൽ, അതും കരുനാഗപ്പള്ളി പുതിയകാവ് ഭാഗത്ത് ആ ദേശീയപാതയിൽ അവിടെ വാഹനത്തെ ചേസ് ചെയ്ത് വന്ന്, അതായത് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങിയ ഈ അലുവ അതുൽ അയാൾ ഒപ്പിട്ട് മടങ്ങുമ്പോൾ ദിവസങ്ങളോളം നിരീക്ഷിച്ച് സ്കെച്ച് ചെയ്ത് പ്ലാൻ ചെയ്തായിരുന്നു ഈ ഗുണ്ടാ പകയുടെ ഇവർ രണ്ട് ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയുടെ ഭാഗമായി മറ്റൊരു ഗുണ്ടാ സംഘം ഈ അലുവ അതുലിനെ ആ പട്ടാപ്പകൽ വെട്ടി കൊലപ്പെടുത്തിയത്. ഈ സംഭവത്തിൽ നിരവധി പേരെ പോലീസ് പ്രതി ചേർക്കുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് തുടർന്നും പലതരത്തിൽ ആക്രമണങ്ങളുണ്ടായി. രഹസ്യാന്വേഷണ വിഭാഗം ഇതിനകത്ത് തുടർ കൊലപാതകം നടക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയിപ്പുകളും ലോക്കൽ പോലീസിന് നൽകിയിരുന്നു. എന്തായാലും 211 സാക്ഷികൾ, 200-ന് മുകളിൽ തൊണ്ടി മുതലുകൾ, അതുപോലെ 15 സ്ഥലങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ, പ്രതികളുടെ 13 ഫോണുകളും പരിശോധിച്ച് ഇതെല്ലാം തെളിവുകളായി തൊണ്ടിമുതലിന്റെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത്. 200 പേരുടെ 2 വർഷത്തെ മൊബൈൽ ഫോൺ വിവരങ്ങളും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചിരുന്നു. ഷമി.